നമസ്കാരം. ബൈലൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അപകട വാർത്തയിൽ രാജ്യം നടുങ്ങിയ ആഴ്ചയാണ് കടന്നുപോയത്. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൊണ്ടല്ല രാജ്യം നടുങ്ങിയത്. കൊല്ലപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക മേധാവിയാണ് എന്നതാണ് ദുരന്തത്തിൻ്റെ ആക്കം വളരെ കൂട്ടിയത്. ജനറൽ ബിപിൻ റാവത്ത് വെറും ഒരു സൈനിക ഉദ്യോഗസ്ഥനല്ല. രാജ്യത്ത് കര, നാവിക, വ്യോമസേനകളെ ഏകോപിപ്പിക്കുന്ന സംയുക്ത സൈനിക മേധാവിയാണ്. രാജ്യത്ത് ഏറ്റവും വലിയ സുരക്ഷ ലഭിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥൻ. ഊട്ടിക്കടുത്ത് കുനൂർ കട്ടേരിയിലെ നഞ്ചപ്പച്ചത്രത്ത് വ്യോമസേനയുടെ MI-17 V5 ഹെലികോപ്റ്റർ തകർന്നു വീണപ്പോൾ രാജ്യത്തിന് നഷ്ടമായത് ജനറൽ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും ഉൾപ്പെടെ 13 വിലപ്പെട്ട ജീവനുകൾ. കരസേനാ മേധാവിയായിരിക്കുമ്പോൾ സേനയിൽ സമഗ്ര മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ജനറൽ റാവത്ത് പിന്നീട് സംയുക്ത സൈനിക മേധാവിയായതോടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചു. മേധാവിയായിരിക്കുമ്പോഴും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് വിവാദങ്ങളുടെ തോഴനായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ പേരിലായിരുന്നു ജനറൽ റാവത്ത് അസാധാരണമായ രാഷ്ട്രീയ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ജനങ്ങളെ തെറ്റായ വഴിയിലേക്കും തീവയ്പ്പിലേക്കും നയിക്കുന്നവരല്ല, നേർവഴിക്ക് നയിക്കുന്നവരാകണം നേതാക്കളെന്നായിരുന്നു ആ വിവാദ പരാമർശം. പിന്നീടും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ ജനറൽ റാവത്ത് പലപ്പോഴും അങ്ങനെ പല വിവാദങ്ങളിലും ചെന്നുപെട്ടു. പക്ഷേ ദേശസ്നേഹവും ധീരതയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമൊക്കെ രാജ്യത്തെ പ്രഥമ സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തെത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത് ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ സൈന്യത്തെ തയ്യാറാക്കുന്നതിൽ അക്ഷീണ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരുന്ന ധീരതയുടെ ഒരു ക്യാപ്റ്റനെയാണ്. മിന്നലാക്രമണങ്ങളുടെ തമ്പുരാനെയാണ്. 4 പതിറ്റാണ്ട് നമ്മുടെ അതിർത്തികൾ കാത്ത വീര നായകനെയാണ്. സേനയുടെ സമഗ്ര പരിഷ്കരണമെന്ന അത്യന്തം ക്ലേശകരമായ ദൗത്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇടതും വലതുമായി ഉറച്ചു നിന്ന് പിന്തുണ നൽകിയ ധീരരായ 11 സൈനികരെയാണ് ഒപ്പം രാജ്യത്ത് ഇന്നുള്ളതിൽ ഏറ്റവും സുരക്ഷിതമായ ഹെലികോപ്റ്ററായാണ് MI-17 V5 അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിലും മരുപ്രദേശത്തും യുദ്ധ സാഹചര്യങ്ങളിൽ വിന്യസിക്കാവുന്ന ഈ ഹെലികോപ്റ്ററിന് മൂടൽമഞ്ഞിലും മഴയിലും അതുപോലെ മറ്റ് പ്രതികൂല കാലാവസ്ഥയിലും സുരക്ഷിതമായി പറക്കാൻ ശേഷിയുള്ളതെന്നാണ് നിർമ്മാതാക്കളായ റഷ്യയിലെ കസാൻ ഹെലികോപ്റ്റേഴ്സ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മൂടൽമഞ്ഞിൽപ്പെട്ട് അപകടമുണ്ടായി എന്ന് പറഞ്ഞ് എഴുത്തള്ളാനാവില്ലെന്നാണ് വ്യോമ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അട്ടിമറി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് അട്ടിമറി ഉണ്ടെന്ന് സംശയിച്ച് അന്വേഷണം നടത്തുന്നതാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കാരണം ചൈനയ്ക്കും പാകിസ്ഥാനും മുന്നിൽ അത്രയേറെ സൈനിക ഭീഷണി നേരിടുകയാണ് നമ്മുടെ രാജ്യം. ചരിത്രത്തിലെ ഏറ്റവും ഭീതിദയമായ സൈനിക വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ പ്രഥമ സൈനിക ഉദ്യോഗസ്ഥൻ്റെ അപകട മരണത്തിൻ്റെ കാരണം അത് എത്ര അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിലും അത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അത് ഏറ്റവും അനിവാര്യവുമാണ്. പാർലമെൻറ്റിൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ച സംയുക്ത സൈനിക അന്വേഷണത്തിന് അത് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. मिलिट्री हेलीकॉप्टर जिसमें भारत के प्रथम चीफ ऑफ डिफेंस स्टाफ जनरल बिपिन रावत, उनकी धर्मपत्नी एवं 12 अन्य सवार थे की दुर्घटना के दुर्भाग्यपूर्ण समाचार से अवगत कराने के लिए आप सबके बीच खड़ा हुआ हूं. दुर्घटना के संबंध में इंडियन एयरफोर्स द्वारा एयर मार्शल मानवेंद्र सिंह की अध्यक्षता में एक ट्राई सर्विस इंक्वायरी के भी आदेश दे दिए गए हैं. इंक्वायरी टीम के ऑफिसर्स ने कल ही वेलिंगटन पहुंचकर अपना कार्य भी प्रारंभ कर दिया. അട്ടിമറിയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ട് എന്നതാണ്. അട്ടിമറി ഇല്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള നിഗമനം. അതിന് കാരണം ലോകത്തെ സൈനിക സ്ഥാപനങ്ങളിൽ വളരെയേറെ സാങ്കേതിക മികവോടെ പ്രവർത്തിക്കുന്നവയാണ് നമ്മുടെ എല്ലാ സൈനിക സ്ഥാപനങ്ങളും. അട്ടിമറി അല്ലെങ്കിൽ പിന്നെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ സാധ്യതയുള്ളത് സാങ്കേതിക പ്രശ്നങ്ങളും എൻജിൻ തകരാറുമാണ്. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം അതാണെങ്കിൽ നമ്മുടെ സൈനിക ഉപകരണങ്ങളുടെ പരിപാലനം, നവീകരണം തുടങ്ങിയവയെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ചോദ്യങ്ങളിലേക്ക് ഈ അപകടം മാറും. പിന്നൊന്ന്
പ്രതികൂല കാലാവസ്ഥ. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പൈലറ്റാണ് ഈ ഹെലികോപ്റ്ററിനെ നിയന്ത്രിച്ചിരുന്നത്. മാത്രമല്ല പ്രതികൂല കാലാവസ്ഥയിലും പറക്കാൻ ശേഷിയുള്ളതാണ് ഈ കോപ്റ്റർ. നമ്മുടെ രാജ്യത്തെ പല സൈനിക അന്വേഷണങ്ങളും കമ്മീഷനുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അസ്വസ്ഥമാക്കുന്ന ചില സത്യങ്ങൾ പറയാതിരിക്കുകയോ ചിലതൊക്കെ രഹസ്യമാക്കി വയ്ക്കുകയോ ചെയ്യാറുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. തീ പിടിച്ച ഉടനെ ഞാൻ ഇന്നടാ തീ പിടിന്ന് പക്കത്തെ വിട്ട് പയ്യനെ நான் கூப்பிட்ட உடனே அந்த பையன் என்ன செஞ்சாப்புல வந்து பார்த்துட்டு ஃபயர் சர்வீஸுக்கு போலீஸுக்கு ஃபோன் பண்ணாப்புல. பண்ணோன்னே ஒருத்தர் எரிஞ்சு அப்படியே அந்த ஒருத்தர் சாயுதார். மற்றவங்கெல்லாம் நம்ம வரக்குள்ளேயே பொத்துன்னு விழுகுறாங்க. மேலேருந்து ஒரு 3-4 பேர் எரிஞ்சு அப்படியே விழுகுறாங்க. சோளக்குள்ளே விழுந்தா அவங்கள முன்னுக்கு எடுத்துட்டாங்க. அதுக்கு பிறகு நான் வந்துட்டேன். பயம் எனக்கு அலர்ட்டி ஆயிடுச்சு. நான் வந்துட்டேன். അപകടത്തെക്കുറിച്ച് സംയുക്ത സൈനിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കോപ്റ്ററിലെ ഡാറ്റ റെക്കോർഡറിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിക്കും. അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എടുത്തുചാടി എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ശരിയായ അന്വേഷണത്തിലൂടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതുവരെ. കഴിഞ്ഞ ലക്കം ബയലിനിൽ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് കളി. അപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാര്യം കഴിഞ്ഞ ദിവസം പ്രശസ്ത കഥാകാരൻ ശ്രീ ടി പത്മനാഭനും ശരിയായി നിരീക്ഷിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കൺവീനറും കൂടിയായ MM ഹസൻ്റെ അനുഭവക്കുറിപ്പുകൾ വിശദീകരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് ടി പത്മനാഭൻ തൻ്റെ അഭിപ്രായം പറഞ്ഞത്. പഴയ കോൺഗ്രസ്സുകാരനാണ് പത്മനാഭൻ. കുറേ കാലം KSUവിലെ സജീവ പ്രവർത്തകനുമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയും സംസ്കാരവും നന്നായി അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാവരെയും വേദിയിൽ ഇരിക്കവെയാണ് അദ്ദേഹം വെടിപൊട്ടിച്ചത്. കോൺഗ്രസ് മരിക്കില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതോടൊപ്പം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ, കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഒരു കൂട്ടർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും വിശ്വസിക്കുന്നവനാണ്. അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. വേറെ ഒരാൾക്കും ആ കർത്തവ്യം നമ്മളിൽ പലരും വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പ് നേതാക്കളും ഒരുമിച്ചിരിക്കുന്ന ഇത്തരമൊരു വേദിയിൽ ഇങ്ങനെ ഒരു വെടിപൊട്ടിക്കൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പത്മനാഭനാണെങ്കിൽ ക്ഷിപ്ര കോപിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? അദ്ദേഹം മനസ്സിലുള്ളത് സമയവും സന്ദർഭവും നോക്കാതെ മുഖത്ത് നോക്കി തന്നെ പറയും. അങ്ങനെ ഒരു ചതി MM ഹസൻ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. ടി പത്മനാഭൻ പറഞ്ഞത് ചരിത്ര സത്യമാണെങ്കിലും വേദിയിലിരുന്ന് ആരും അത് ഏറ്റെടുത്തില്ല. എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവും നേതാവുമാണ് MM ഹസൻ, AK ആൻ്റണിയുടെ ഉറ്റ സുഹൃത്തും അനുയായിയും. പക്ഷേ K കരുണാകരനുമായും നല്ല ബന്ധം. ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും നാവുമായി മാറിയ നേതാവ്. അതേസമയം എതിർ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തലയോട് നല്ല സൗഹൃദവും ബന്ധവും. രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റായിരുന്നപ്പോൾ MM ഗ്രൂപ്പ് മാറിയോ എന്നുവരെ പലരും സംശയിച്ചു. അതിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പോലും നഷ്ടമായി. പക്ഷേ MM ഗ്രൂപ്പ് മാറിയില്ല, A ഗ്രൂപ്പിൽ ഉറച്ചു നിന്നു. VM സുധീരൻ പ്രസിഡന്റായിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ സുധീരനെതിരെ ഗ്രൂപ്പ് കളിച്ചു. അതിൽ സുധീരനുണ്ടായ മനപ്രയാസം തുറന്നു പറയാനും ഈ വേദി അവസരമായി. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ ഒരിക്കലും വ്യക്തിബന്ധങ്ങളെ ബാധിക്കരുത് എന്ന് വളരെ നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആകെ കണ്ണടച്ചിട്ടുള്ളത് ഹസൻ എനിക്കെതിരെ നടത്തിയ ചില പ്രസ്താവനകളിൽ മാത്രമാണ്. അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. KPCC പ്രസിഡന്റായി ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ഞാൻ വളരെ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്ത് പോകുന്ന ഒരാളാണ്. നയപരമായ ചില വിഷയങ്ങളുണ്ട്, സ്വാഭാവികം. അദ്ദേഹം KPCC ആസ്ഥാനത്ത് തന്നെ എൻ്റെ അനുവാദമില്ലാതെ പത്രസമ്മേളനം നടത്തി ഈ പറഞ്ഞു. പലരും എന്നോട് പറഞ്ഞു, പറഞ്ഞത് ശരിയാണോ? ശരിയല്ലാന്ന് എനിക്കറിയാം, അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ശരിയെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ കണ്ടത് എന്തു വന്നാലും ഹസനെതിരെ ഞാനൊരു ഉറക്കം പറയില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പുള്ളി എന്നെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം പുള്ളി ഒരു ഗ്രൂപ്പിന്റെ സജീവ ഭാഗം കൂടി ആയതുകൊണ്ട് പലപ്പോഴും പലരും പറയാൻ പഠിക്കുന്ന കാര്യം ഹസനെ ഏൽപ്പിക്കാറാണ് പതിവ്. ഹസൻ പാവമാണ്, ശുദ്ധഹൃദയനാണ്. പലപ്പോഴും അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ വിയോജിപ്പുകൾക്കിടയിലുമുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ബന്ധത്തിന് സമാനമായ ബന്ധങ്ങളില്ല. ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് K. സുധാകരനെ പോലെ കർക്കശക്കാരനായിരുന്നില്ല VM സുധീരൻ. അതുകൊണ്ട് തന്നെ ഹസൻ നിരന്തരമായി നടത്തിയ കടുത്ത അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ നടപടി എടുത്തതുമില്ല VM സുധീരൻ. KPC പ്രസിഡന്റിനെതിരെ KPCC ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയ വൈസ് പ്രസിഡന്റിനെ അന്ന് തന്നെ പുറത്താക്കേണ്ടതാണ്. അത് ഹസനും നന്നായി അറിയാം. പക്ഷേ അന്നത്തെ ഗ്രൂപ്പുകളുടെ അമിത സ്വാധീനത്താൽ നടപടിയെടുക്കാൻ സുധീരന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള ആളായിരുന്നു സുധീരൻ. അദ്ദേഹം പ്രസിഡന്റായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പ്രസ്താവനകളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഞാൻ ആ പുസ്തകത്തിൽ എഴുതി. ഞാൻ വിചാരിച്ചു എന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന്. സുധീരനായതുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എഴുതി. അത് ഞാൻ പറഞ്ഞ സുധീരനും KC ജോസഫും അതുപോലെ ഞങ്ങൾ 3 പേര്, ഞങ്ങളെ ആന്റണി ത്രിമൂർത്തികളെന്ന് വിളിക്കും. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ ഈ സഖ്യത്തിലൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കഥ ഇതിലെഴുതിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നല്ല മെയ്വഴക്കമുള്ള നേതാവാണ് ഹസൻ. ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ പലപ്പോഴും സമവായത്തിൻ്റെ ദൂതനായിരുന്നു ഇപ്പോൾ UDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. കോവിഡിൻ്റെ അടച്ചിടൽ കാലത്താണ് 500ഓളം പേജുള്ള ഈ അനുഭവക്കുറിപ്പുകൾ തയ്യാറാക്കിയത്. കോൺഗ്രസിൻ്റെ ഇടനാഴികളിൽ സംഭവിച്ച രസകരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിൽ. പക്ഷേ ഓർമ്മച്ചപ്പെന്ന ഈ ആത്മകഥയിൽ പറഞ്ഞതിനേക്കാൾ ഏറെ പറയാത്ത അനുഭവങ്ങളാണ് എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയത്തിലെ പല അനുഭവങ്ങളും വെട്ടിത്തുറന്ന് പറയുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ ന്റെ മറുപടിയും രസകരമായിരുന്നു. 5 പതിറ്റാണ്ടിലേറെയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. മൺമറഞ്ഞവരേക്കാൾ കൂടുതലും ജീവിച്ചിരിക്കുന്നവരുമാണ്. അപ്രിയ സത്യങ്ങളും ദുരനുഭവങ്ങളും പറയുന്നതിനേക്കാൾ നല്ലത് വായനാസുഖമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതാണ്. അതാണ് ന്റെ സമവായ സ്വഭാവം. അതുതന്നെയേ ഉള്ളൂ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം കൂടിയാണ്. കാരണം ഈ കഥകളിൽ ഈ സംഭവങ്ങളിലൊക്കെ ശ്രീ ഹസൻ ഒരു കാഴ്ചക്കാരനായിട്ടല്ല, അതിലെ ഒരു സജീവ പങ്കാളിയായിട്ടാണ് അതിലൊക്കെ അടുത്ത് നിന്ന് കാണാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ തുറന്ന് എഴുതാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, കേരള രാഷ്ട്രീയ ചരിത്രം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ അനാവരണം ചെയ്യുന്നു. കാരണം ആ രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം. അതിനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമുക്ക് വായിച്ചു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവമായ ഒരു ശൈലി ആ എഴുത്തിനും നമുക്ക് വായിച്ചു പോകാൻ തോന്നും. കാരണം രസകരമായ ധാരാളം കാര്യങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞ് നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ ആ പുസ്തകം ഡ്രൈ ആക്കാതെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇരുന്ന് വായിച്ചു പോകും. നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ പല പ്രാവശ്യമായിട്ട് ഒരുപാട് ഭാഗങ്ങൾ ഞാൻ വായിച്ചു തീർത്തു, യാത്രയിലും അല്ലാതെയൊക്കെ. 50 വർഷക്കാലത്തിലേറെയായ രാഷ്ട്രീയ ജീവിതത്തിലെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചോർമ്മയായ കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം കൂടി അദ്ദേഹം അതിൽ ഓർമ്മിച്ച് അതിൽ കടന്നു വന്ന എണ്ണമറ്റ മനുഷ്യരെ, സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള എണ്ണമറ്റ മനുഷ്യരെ അതിൽ വളരെ സ്നേഹവായ്പോടുകൂടി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനായ T. പത്മനാഭൻ അവരുടെ 2 പേജുള്ള അവതാരിക ഇതിൻ്റെ ഏറ്റവും വലിയ സുവർണ്ണ മുദ്രയാണ്.
അദ്ദേഹം അവിടെ പറഞ്ഞതുപോലെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ സ്നേഹമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട സമീപനം. അത് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനമാണ്. വിമർശനം ഉന്നയിക്കുന്നതും തെറ്റായ കാര്യമല്ല, ആരെങ്കിലും പിണക്കുന്നതും തെറ്റായ കാര്യമാണെന്നാലും പറയാൻ പാടില്ല. അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. അതിന് അവർക്ക് അതിൻ്റെതായ അംഗീകാരവുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രീതി ഇതാണ്, അതിൻ്റെ അംഗീകാരവും കിട്ടിയിരിക്കുക. അപ്പോൾ ഇത്രയും ബൃഹത്തായ ഒരു പുസ്തകം ഇതെല്ലാം ഓർമ്മിച്ച് വെച്ച് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല പുസ്തകമാണ്. കോൺഗ്രസ്സുകാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമാണ്. കോൺഗ്രസ്സുകാരല്ലാത്ത എന്നെപ്പോലുള്ളവർക്കും കോൺഗ്രസിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാനും ഇത് വളരെ വിലപ്പെട്ട ഒരു പുസ്തകം. ഐതിഹാസികമായ ചരിത്ര വിജയം. കഴിഞ്ഞ ഒരു വർഷമായി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ച കർഷക സമരത്തിൻ്റെ വിജയത്തെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ഇതുവരെ അസംഘടിതരായി കഴിഞ്ഞ കർഷകരുടെ സംഘടിതമായ ശക്തിയുടെ വിജയം. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിന്തുണച്ചെങ്കിലും ആരുടെയും കൊടിയുടെ നിറമോ ശക്തിയോ ഇല്ലാതെ നേടിയ വിജയം. സമരങ്ങളുടെ ചരിത്രത്തിൽ ഒരു തിരുത്തു പറയേണ്ട വിജയം. കൊടും വേനലിലും കൊടും ശൈത്യത്തിലും തളരാത്ത സമരവീര്യം. കൂടെ എത്തിയ 700ഓളം സമരഭടന്മാർക്ക് ജീവൻ വെടിയേണ്ടി വന്നിട്ടും ഒരു ലക്ഷ്യത്തിനായി കൈകോർത്തവർ വിജയം വരെ ഒന്നിച്ചു നിന്ന് പൊരുതിയ സമരം. ഇത്തരം അവകാശ സമരങ്ങൾ ഭാഗികമായി മാത്രം വിജയിക്കുകയോ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് സാധാരണ സംഭവിക്കുക. എന്നാൽ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും വിജയം നേടിയെന്നു മാത്രമല്ല, ലക്ഷ്യത്തിലും ഉപരിയായ വിജയം കൈവരിച്ചാണ് ഈ സമരഭടന്മാർ പോരാട്ടവേദി വിടുന്നത്. കർഷകർക്ക് ദോഷകരമായ 3 കാർഷിക ബില്ലുകൾ പിൻവലിക്കണം എന്നതായിരുന്നു സമരം തുടങ്ങുമ്പോൾ സംയുക്ത കർഷക മോർച്ച മുന്നോട്ട് വച്ച ആവശ്യം. സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ പല അടവുകളും എടുത്തു. സമരത്തെ പൊളിക്കാൻ ഖാലിസ്ഥാൻവാദികളുടെ സാന്നിധ്യമുണ്ടെന്നും വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു. ദില്ലിയിലേക്ക് നടത്തിയ ട്രാക്ടർ റാലിയിൽ അക്രമങ്ങൾ പോലും ഉണ്ടായി. സമരം കൈവിട്ടു പോകുമെന്നും അക്രമാസക്തമായി സ്വയം അവസാനിക്കും എന്നുമൊക്കെ കരുതിയ ഘട്ടങ്ങളും ഉണ്ടായി. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് അച്ചടക്കമുള്ള ഒരു സംഘടിത സംഘടന രൂപത്തിൽ സമരത്തെ നയിക്കാൻ സംയുക്ത കർഷക മോർച്ചയ്ക്ക് കഴിഞ്ഞു. അതിൻ്റെ 5 അംഗ നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നതാകും ശരി. ഒടുവിൽ കേന്ദ്രം സമരക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി. പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തി. 3 കാർഷിക ബില്ലുകളും പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. സമരം പിൻവലിക്കാൻ പ്രധാനമന്ത്രി നടത്തിയ അഭ്യർത്ഥന ആദ്യം നേതാക്കൾ അംഗീകരിച്ചില്ല. പാർലമെന്റിൽ അവതരിപ്പിച്ച് നിയമം പിൻവലിക്കണം എന്നതായിരുന്നു ആദ്യ ആവശ്യം. കർഷകർക്കെതിരെടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് രേഖാമൂലം ഉറപ്പുവേണം എന്നതായിരുന്നു അടുത്ത ആവശ്യം. ഈ 3 കർഷക നിയമങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കർഷകർ നടത്തിയ സമരത്തിൻ്റെ വിജയമാണ്. അത് കർഷകരുടെ മാത്രം വിജയമല്ല, മറിച്ച് ഈ സമരത്തിൽ കർഷകരോടൊപ്പം ഏറ്റവും ശക്തമായി ഒപ്പം നിൽക്കാൻ വേണ്ടി ഇന്ത്യയിലെ തൊഴിലാളി വർഗവും തൊഴിലാളി സംഘടനകളും തയ്യാറായിരുന്നു. അപ്പോൾ ആ തൊഴിലാളികളുടെയും തൊഴിലാളി സംഘടനകളുടെയും ശക്തമായ പോരാട്ടത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ സമരം നമ്മൾ വിജയിപ്പിക്കുന്നത്. അത് അവരുടെ കൂടെ വിജയമാണ്. തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അതെത്ര നീണ്ടു നിന്നാലും എത്ര വില കൊടുക്കേണ്ടി വന്നാലും ആത്യന്തികമായി അതാണ് വിജയിക്കുക. എത്ര ശക്തനായ ഭരണാധികാരിയാണെങ്കിലും ആത്യന്തികമായി അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവസാനത്തെ ശക്തി ജനങ്ങളുടെ ശക്തിയാണ്. ജനങ്ങളാണ് തീരുമാനമെടുക്കുക എന്ന് ഈ സമരം തെളിയിച്ചിരിക്കുകയാണ്. സമരത്തിലെ ഒരു പ്രധാന മുദ്രാവാക്യമാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളത്. പക്ഷേ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി മറ്റു മുദ്രാവാക്യങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടിയുള്ള നിയമം നിർമ്മിക്കുക എന്നുള്ളത്. ഒടുവിൽ പാർലമെന്റിൽ തന്നെ അവതരിപ്പിച്ച് 3 നിയമങ്ങളും പിൻവലിച്ചു. എന്നിട്ടും സമരം പിൻവലിക്കാൻ കർഷകർ തയ്യാറായില്ല. കർഷക സമരത്തോടനുബന്ധിച്ചെടുത്ത എല്ലാ കേസുകളും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും പിൻവലിക്കാമെന്ന് രേഖാമൂലം ഉറപ്പുവേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി താങ്ങുവില പ്രഖ്യാപിക്കണം എന്നതായിരുന്നു അടുത്ത ആവശ്യം. താങ്ങുവില തീരുമാനിക്കുന്ന സമിതിയിൽ കർഷക പ്രാതിനിധ്യം വേണം. വൈദ്യുത നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സംയുക്ത കിസാൻ മോർച്ച മുന്നോട്ട് വച്ചു. ഒടുവിൽ കർഷക നേതാക്കൾ മുന്നോട്ട് വച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകേണ്ടിയും വന്നു. അതും രേഖാമൂലം തന്നെ. അങ്ങനെ 1 വർഷത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ സമരഭൂമിയിൽ കർഷകർ ആഹ്ലാദ നൃത്തം ചവിട്ടി.
നിർദ്ദേശങ്ങളും അംഗീകരിച്ചു. ഒന്നുപോലും ഇനി അംഗീകരിക്കാത്തതില്ല. വളരെ കൃത്യമായിട്ട് ഈ നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ സംഘടനകൾ ആരും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ന്യായമാണെന്ന് സർക്കാരിനെ കൊണ്ട് അംഗീകരിക്കേണ്ടി വരിക എന്നത് ഒട്ടും എളുപ്പമായ കാര്യമല്ല. അസംഘടിതരായ കർഷകരുടെ ഐക്യബോധവും അവരുടെ സമരവീര്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞ നേതൃത്വത്തിൻ്റെ കഴിവുമാണ് ഈ സമരത്തിൻ്റെ വിജയരഹസ്യം. അതിർത്തി കാക്കുന്ന സൈനികരെ പോലെ തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് അന്നമൂട്ടുന്ന കർഷകരും. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ ജവാനെയും കർഷകനെയും ഒരുപോലെ കാണുന്നതാണ്. ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോരാടി ജയിച്ച കർഷകർക്ക് അഭിവാദ്യങ്ങൾ. ഒപ്പം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിച്ച് ഒടുവിൽ ഒരു അപകടത്തിൽ വിലയേറിയ ജീവൻ ബലി കഴിക്കേണ്ടി വന്ന സംയുക്ത സേനാ മേധാവിക്കും ധീര ജവാന്മാർക്കും വീര വണക്കവും. ജയ് ജവാൻ, ജയ് കിസാൻ.